കേരളത്തിൽ ബി.ജെ.പി. ആദ്യമായി അധികാരത്തിലെത്തിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസമാണ് അവിടെ വി രാജേഷിനെ മേയറായിട്ടും ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറായിട്ടും തെരഞ്ഞെടുത്തത്. അധികാരത്തിലെത്തിയതിന് പിന്നാലെ തന്നെ ബി.ജെ.പി. തങ്ങളുടെ അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കുന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നത്. അത് ബി.ജെ.പിയുടെ ശാസ്തമംഗലത്തെ കൗൺസിലർ മുൻ DGP ആർ ശ്രീലേഖ, ഒപ്പം തന്നെ വട്ടിയൂർക്കാവിലെ CPM-ന്റെ MLA VK പ്രശാന്തും ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. അതായത് VK പ്രശാന്ത് MLA-യുടെ ഓഫീസ്, MLA ഓഫീസ് ശാസ്തമംഗലത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. അതേ കെട്ടിടത്തിൽ തന്നെയാണ്, MLA-യുടെ ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് ശാസ്തമംഗലത്തെ കൗൺസിലറുടെ ഓഫീസും പ്രവർത്തിക്കുന്നത്. അവിടെ കൗൺസിലറുടെ ഓഫീസിന് പ്രവർത്തിക്കാനുള്ള സ്ഥലപരിമിതി ചൂണ്ടിക്കാട്ടി ആർ ശ്രീലേഖ MLA-യുടെ ഓഫീസ് ഒഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് VK പ്രശാന്തിനെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചു. ഫോണിലൂടെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള സ്ഥലപരിമിതിയുടെ കാര്യം പറയുന്നു, സ്ഥല സൗകര്യമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടുന്നു. എന്നിട്ട് ഈ MLA-യുടെ ഓഫീസ്, ആ സ്ഥലം കൂടി തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അത് ഒഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഒന്ന് ആലോചിക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ്. ആ സംഭാഷണം അങ്ങനെ നീളുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് എത്തുമ്പോൾ VK പ്രശാന്ത് അത് പറ്റില്ല എന്ന് അവരോട് ഈ ശ്രീലേഖയോട് തുറന്നു പറയുകയാണ്. അത് പിന്നീട് വലിയ വിവാദമാകുന്നു, വാർത്തയാകുന്നു. രണ്ടുപേരും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. വിവാദമായതിന് പിന്നാലെ ശ്രീലേഖ MLA-യുടെ ഓഫീസിലെത്തി VK പ്രശാന്തുമായിട്ട് സംസാരിച്ചുകൊണ്ട് തങ്ങൾ സൗഹൃദത്തിലാണ്, നല്ല സുഹൃത്തുക്കളാണ്, എൻ്റെ അനുജനാണ് VK പ്രശാന്ത്, ഞങ്ങള് ആ ഒരു സഹോദരി ബന്ധത്തോടെയാണ് പോകുന്നത്, ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് താൻ പറഞ്ഞത് എന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് നിലവിലെ സാഹചര്യത്തിൽ അത് ഒഴിയാൻ പറ്റില്ല എന്നാണ് VK പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ 2015-ൽ VK പ്രശാന്ത് മേയറായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആ കോർപ്പറേഷനിലെ 100 കൗൺസിലർമാരാണെന്ന് ഉണ്ടായിരുന്നത്. ആ കൗൺസിലർമാർക്കെല്ലാം അവരുടെ വാർഡുകളിൽ ഒരു കേന്ദ്രം, ആസ്ഥാനമായിട്ടുള്ള ഒരു കൗൺസിലർമാർക്ക് ഒരു കേന്ദ്രം വേണമെന്നൊരു തീരുമാനമുണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ വാർഡിലും കൗൺസിലർമാർക്ക് അവർക്കൊരു ഓഫീസ് വരുന്നത്. അത്തരത്തിൽ ശാസ്തമംഗലത്തെ കൗൺസിലർക്ക് കിട്ടിയ ഓഫീസ് അത് അവിടുത്തെ ഒരു കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതേ കെട്ടിടത്തിൽ തന്നെയാണ് VK പ്രശാന്ത് MLA ആയപ്പോൾ അദ്ദേഹത്തും അവിടെ ആ കരാർ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ MLA ഓഫീസ് തുടങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞ് 2019-ൽ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ MLA ആയത് മുതൽ അദ്ദേഹം ഇങ്ങോട്ട് ആ ഓഫീസിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൗൺസിലറെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഒരു MLA-യോട് ഓഫീസ്, കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഒരു ഓഫീസിൽ നിന്നും ഒഴിയണമെന്ന് പറയാൻ എന്ത് അധികാരമാണുള്ളത് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. കാരണം കോർപ്പറേഷന്റെ കൗൺസിലാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ കെട്ടിടങ്ങളെ വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. കൗൺസിൽ യോഗം ചേർന്നുകൊണ്ട് അവരാണ് തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു തീരുമാനം പിൻവലിക്കണമെങ്കിൽ വീണ്ടും കൗൺസിലാണ് അക്കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത്. അത്തരം ഒരു നടപടി അവിടെ നിലനിൽക്കെ കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ MLA വിളിച്ച് ഏത് അധികാര പരിധി ഉപയോഗിച്ചാണ് അത്തരത്തിൽ ഒഴിയണമെന്ന് അഭ്യർത്ഥനയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കൗൺസിലർ ശ്രീലേഖ പറയുന്ന കാര്യം, അവിടെ കൗൺസിലർക്ക് ഉള്ള അനുവദിച്ചിരിക്കുന്ന ഓഫീസിനുള്ള സ്ഥലം അത് വളരെ പരിമിതമാണ്. അത് നമുക്ക് കാണുമ്പോൾ അക്കാര്യം വ്യക്തമാകുന്നുണ്ട്. MLA-യുടെ ഓഫീസിനകത്തുകൂടി കയറിയിട്ട് വേണം കൗൺസിലറുടെ ഓഫീസിലേക്ക് പോകാനായിട്ട്. അവിടെ തീരെ സ്ഥലമില്ല, പരിമിതമാണ്. തൊട്ടു മുൻപ് അവിടെ ഉണ്ടായിരുന്നതും BJP-യുടെ ഒരു കൗൺസിലർ ആയിരുന്നു. എന്നാൽ അദ്ദേഹം ആ ഓഫീസ് ഉപയോഗിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വീട് ആ വാർഡിൽ തന്നെ ആയതുകൊണ്ട് തന്റെ ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം വീട്ടിൽ തന്നെയാണ് അദ്ദേഹം മധുസൂദൻ എന്ന് പറയുന്ന കൗൺസിലർ അദ്ദേഹം നടത്തിയിരുന്നത്. എന്നാൽ ശ്രീലേഖയെ സംബന്ധിച്ച് ശ്രീലേഖയുടെ വീട് ഈ പറയുന്ന ശാസ്തമംഗലം വാർഡിലല്ല. അതുകൊണ്ട് ശാസ്തമംഗലം വാർഡിലുള്ള ഓഫീസിൽ അവർക്ക് പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം വേണം. തന്നെ കാണാൻ ധാരാളം ആളുകൾ വരും. അത് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല. അത് MLA-ക്ക് ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാകുമെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീലേഖ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത്. എന്നിരുന്നാൽ പോലും, അങ്ങനെ അഭ്യർത്ഥനയുടെ പേരിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കാൻ ഒരു കൗൺസിലർക്ക് അധികാരമില്ല എന്നത് തന്നെ ഇപ്പോൾ CPM ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ അധികാരത്തിന്റെ ഒരു ധാർഷ്ട്യം BJP കാണിക്കുകയാണോ എന്ന വലിയൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഓരോ കൗൺസിലർമാരും തങ്ങൾ ഓരോ അധികാര കേന്ദ്രങ്ങളാണ് എന്ന ഒരു ധാർഷ്ട്യം വെച്ചുകൊണ്ട് ഇനി അവിടെ പ്രവർത്തിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നത് പോലെ അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് BJP പോകുന്നത് എന്നൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. നമുക്കറിയാം,
ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് വലിയ വിവാദങ്ങൾ ഉണ്ടായത്. കോർപ്പറേഷന്റെ മേയറാകുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്ന, മേയർ പദവി സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അവസാന നിമിഷത്തിൽ പാർട്ടിയിലെ ചില വിഭാഗീയ പ്രശ്നങ്ങളും എതിർചേരിയുടെ ചില നീക്കങ്ങളും കാരണം ശ്രീലേഖയ്ക്ക് ആ പദവി നഷ്ടമാവുകയും വി രാജേഷിലേക്ക് മേയർ പദവി എത്തുകയും ചെയ്തായിരുന്നു. അന്നു മുതൽ ആർ ശ്രീലേഖ പാർട്ടി നേതൃത്വവുമായിട്ട് കലിപ്പിലാണ്, പാർട്ടി നേതൃത്വമായിട്ട് അതൃപ്തിയിലാണ്. അന്ന് വി രാജേഷ് മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ദിവസം ആ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർണ്ണമായും കഴിയുന്നതിന് മുൻപ് തന്നെ ആ ശ്രീലേഖ ആ കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോയിരുന്നു. ഇന്ന് അതിനൊക്കെ അവർ മറുപടിയായിട്ട് പറയുന്നത് തനിക്ക് അത്തരത്തിലൊരു യാതൊരു അതൃപ്തിയും അക്കാര്യത്തിലില്ല, തനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അന്നൊന്നും പ്രതികരിക്കാഞ്ഞത്, അന്ന് താൻ സുഖമില്ലാഞ്ഞത് കാരണമാണ് സത്യപ്രതിജ്ഞയ്ക്ക് പൂർണ്ണമായും നിൽക്കാൻ കഴിയാഞ്ഞത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വെറും ഒരു ന്യായമാണെന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം അവർക്ക് സംസാരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് പ്രതികരിക്കാഞ്ഞത് എന്നാണ് പറയുന്നത്. സംസാരിക്കേണ്ട കാര്യമില്ല, ഏത് കാര്യത്തിലും സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീലേഖ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നതിന് ഈ സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ ഈ പറയുന്ന പുതിയ തന്റെ പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിലെത്തിയ ഒരു കോർപ്പറേഷനിൽ ഒരു മേയറും ഡെപ്യൂട്ടി മേയറും ചുമതലയേറ്റപ്പോൾ അവർക്കൊരു ആശംസ അറിയിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും ഈ പറയുന്ന ആർ ശ്രീലേഖയ്ക്ക് സാധിച്ചില്ല എന്നത് അങ്ങേയറ്റം പരിതാപകരമായ ഒരു കാര്യമാണ്. അവർ അതിന് ന്യായമായിട്ട് പറയുന്നത് താൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാഞ്ഞതും ഒക്കെ തന്നെ ഇത്തരത്തിൽ സുഖമില്ലാത്തത് കൊണ്ടാണ്, സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നത് മറുവശത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ വിഷയത്തിൽ പാർട്ടിയോടുള്ള വലിയ അതൃപ്തി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അതിന് പിന്നാലെയാണ് മറ്റൊരു വിവാദത്തിലേക്ക് ശ്രീലേഖ ചെന്ന് ചാടിയിരിക്കുന്നത്. ഒരുപക്ഷെ ചില നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ BJPക്ക് ഉള്ളതുപോലെ തങ്ങൾ ഒരു വലിയ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിക്കുക, അല്ലെങ്കിൽ ഓരോ അധികാര കേന്ദ്രങ്ങളായിട്ട് മാറുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും ആർ ശ്രീലേഖയെ സംബന്ധിച്ച് അവർ മുൻ DGP ആയിട്ടിരുന്ന വ്യക്തിയാണ്, IPS ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അതിന്റെ ഒരു ഹാങ് ഓവർ എപ്പോഴും ശ്രീലേഖയെ വിട്ടുമാറിയിട്ടില്ലേ എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും അത് VK പ്രശാന്ത് MLA ഫോണിൽ വിളിച്ച് ഓഫീസ് ഒഴിയണം എന്ന് ആർ ശ്രീലേഖ അഭ്യർത്ഥിച്ചതാണെങ്കിലും ആവശ്യപ്പെട്ടതാണെങ്കിലും അത് അവിടെ ഒരു നടപടിക്രമം നിലനിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം അത് നടത്താൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ CPM-നെ സംബന്ധിച്ച് അവര് വിതച്ചതൊക്കെ തന്നെ കൊയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ ഈ വിഷയത്തിൽ സാധിക്കുകയുള്ളൂ. CPM-നെ സംബന്ധിച്ച് അവരും ഇതുപോലെയൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അധികാരത്തിലേറുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ ധാർഷ്ട്യം അങ്ങേയറ്റം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതിന്റെ ഒരു ഫലമാണ് അവർക്ക് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. മാത്രവുമല്ല ഈ പറയുന്ന BJP-യും CPM-ഉം ഒക്കെ തന്നെ അവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വലിയ സൗഹൃദത്തിൽ പോകുന്നവരാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ തന്നെ നേതാക്കളാണ് പറഞ്ഞത് BJP-യും CPM-ഉം തമ്മിൽ അവിടെ ഒരു അന്തർധാരയുണ്ട്, അതിന് പാലം ആയിട്ട് നിൽക്കുന്നത് ചുക്കാൻ പിടിക്കുന്നത് MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്നും പുറത്തു വന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പോരാട്ടങ്ങളൊക്കെ തന്നെ അത് നൈമിഷികം മാത്രമാണ്. അത് ഈ പറയുന്ന പോലെ ശ്രീലേഖ പറഞ്ഞതുപോലെ ചേട്ടനും അല്ലെങ്കിൽ അനിയനും ചേച്ചിയും തമ്മിലുള്ള തർക്കമായിട്ടൊക്കെ തന്നെ വേണം രാഷ്ട്രീയ കേരളം കാണാൻ. അത് വലിയ സംഭവമൊന്നുമല്ല. എന്തായാലും ഈ പറയുന്നത് പോലെ BJP അധികാരത്തിൽ എത്തിയപ്പോൾ അവരുടെ ഒരു കൗൺസിലർ ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തുന്നത് അത് എന്തിന്റെ പേരിലാണെങ്കിലും അത് ശരിയായ ഒരു നടപടിയല്ല. ഒരു അധികാരത്തിന്റെ മത്ത്, അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ അധികാരത്തിന്റെ